ഇവിടെ നിന്ന് മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. സ്കൂളിൽ നിന്നും രക്ഷിതാക്കളെയും മാതാപിതാക്കളെയും മുതിർന്നവരെയും ബഹുമാനിക്കണമെന്ന് അധ്യാപകരും പഠിപ്പിച്ചു കൊടുക്കുന്നു. പക്ഷേ ആ പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നതിലപ്പുറം അത് വീട്ടിൽ പോയി പ്രാക്ടിക്കലാക്കുന്നിടത്ത് നമ്മുടെ രക്ഷിതാക്കൾ വീഴ്ച വരുത്തുന്നു എന്നുള്ളതാണ് കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നതിന്റെ പ്രധാന കാരണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, വീട്ടിലേക്ക് നേരം വൈകി കയറി വരുന്ന കുട്ടിയോട് നീ ഏടുന്നാടോ കയറി വരുന്നത് എന്ന് ചോദിക്കാൻ എന്തുകൊണ്ടാണ് നമ്മുടെ രക്ഷിതാക്കളുടെ നാവ് പൊന്താത്തത്? നമ്മൾ എന്തോ ഒരു അരുതായ്മക്ക് ഈ കുട്ടിക്ക് വകവെച്ചു കൊടുത്തിട്ടുണ്ടാകും. ഒന്നിരിക്കൽ പണം കൊടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഫോൺ കൊടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അരുതായ്മകളിലേക്ക് കുട്ടിയെ കൈപിടിച്ച് കൊണ്ടുപോയിട്ടുണ്ടാകും. നമ്മൾ ആദ്യം അതിന് ഒരു നേതൃത്വം കൊടുത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കുട്ടി അതിൽ നിന്ന് മാറാൻ വേണ്ടി നമ്മുടെ ഉപദേശം അവർ